ഹലോ കൂട്ടുകാരെ, മഴതോരും മുൻപേടെ ഇന്നത്തെ എപ്പിസോഡിൽ കൃഷ്ണമോളും അലീനയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി വളരെ വിഷമിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്, എനിക്കെന്നറിയാം. പക്ഷേ എന്താ ചെയ്യാം, അമ്മ ഇങ്ങനെ ആയിപ്പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണ വിഷമം പറയാണ്. അപ്പോൾ അലീന പറയും, നീ വിഷമിക്കേണ്ട മോളെ, എല്ലാം ശരിയാവും. ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അമ്മ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് അമ്മ നല്ല പോലെ ആയിരിക്കും സംസാരിക്കുക അച്ഛൻ്റെ അടുത്ത്, നീ വിഷമിക്കൊന്നും വേണ്ട എന്ന്. അപ്പോൾ കൃഷ്ണ പറയും, അത് ചേച്ചിയുടെ വിശ്വാസം മാത്രമല്ല, അല്ലാതെ അമ്മ അങ്ങനെ നല്ലപോലെ സംസാരിക്കുന്ന അമ്മയ്ക്ക് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ എന്ന്. അതിനുള്ള ഒരു സൂചന ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്നപ്പോൾ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് പഴയ ഹിസ്റ്ററി മുഴുവൻ എനിക്കറിയാമെന്ന്. പക്ഷെ ഞാൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു ഭയം വന്നിട്ടുണ്ട്, എനിക്കെല്ലാം അറിയാമെന്നുള്ളൊരു ഭയം പുള്ളിക്കാരിയുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ആ ഭയം വെച്ചിട്ടെങ്കിലും ഇന്ന് നല്ലപോലെ ജീവിക്കുമെന്ന് വിചാരിക്കാം. അതല്ല വെച്ചെങ്കിൽ പിന്നെ എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറയുകയാണ്. അങ്ങനെ കൃഷ്ണയ്ക്ക് ഒരുപാട് സങ്കടമുണ്ട്. അപ്പോൾ അലീന പറയും, നമുക്ക് കിടക്കാം മോളെ, കിടന്നുകൊണ്ട് സംസാരിക്കാമെന്ന്. അപ്പോൾ അലീനനെ കെട്ടിപ്പിടിച്ചിട്ട് കൃഷ്ണ കിടന്നിട്ട് പറയും, ചേച്ചി പോകണോടത്തേക്ക് എന്നെയും കൂടി കൊണ്ടുപോകും. നാളെ മുതൽ ഈ വീട്ടിൽ ചേച്ചി ഇല്ലാണ്ട് എങ്ങനെയാണ് കാര്യങ്ങളെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ഒരു നാഥനില്ലാത്ത വീട് പോലെയോ ഇത്. ഇപ്പോൾ അച്ഛനെല്ലാം ഉള്ളിൽ ഒതുക്കി നിൽക്കുന്നത് ചേച്ചി ഉള്ളത് കൊണ്ടാണ്. ഇനി ചേച്ചി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അച്ഛൻ പൊട്ടിത്തെറിച്ചൊന്നൊക്കെ വരുമെന്ന്. അപ്പോൾ അലീന അങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് കൃഷ്ണനെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരുമിക്കാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും. പിന്നെ നമ്മളെല്ലാവരും ഒരു പ്രായത്തിൽ കഴിഞ്ഞാൽ പല വഴിക്കും പിരിഞ്ഞു പോകേണ്ടവരല്ലേ. അപ്പോൾ അത് കുറച്ച് നേരത്തെ ആയെന്ന് വിചാരിച്ചാൽ മതി. പക്ഷെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരുമിക്കാൻ പറ്റും മോളെ എന്ന് പറഞ്ഞ് കൃഷ്ണയെ ആശ്വസിപ്പിക്കുകയാണ് അലീന. അപ്പോൾ ആ ആശ്വാസത്തിൽ തന്നെയാണ് പാവം കൃഷ്ണൻ അലീനയെ കെട്ടിപ്പിടിച്ചിട്ട് കിടക്കുക തന്നെയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ബാലൻ്റെ മൂത്ത പെങ്ങളുടെ ഭർത്താവ് അളിയൻ പോയി വരികയാണ്. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലായില്ല ആളാരാന്ന്. അപ്പോൾ പറയും, ഞാനിങ്ങനെ ബാലചന്ദ്രൻ്റെ മൂത്ത പെങ്ങളെ കല്യാണം കഴിച്ചിട്ട ആളാണ് എന്നൊക്കെ. അപ്പോൾ അവൾ പറയും, ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് ഓർമ്മ വന്നില്ലേ പെട്ടെന്ന്, സാർ ഇവിടെ അധികം വരാറില്ലല്ലോ എന്ന്. അങ്ങനെ അത് കഴിഞ്ഞ് ബാലനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, ബാലൻ്റെ റൂം ഏതാ, അടുത്തുള്ള മുറിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയും, ഇല്ല, ഇപ്പം മുകളിലാണ് താമസിക്കുന്നത്, മുകളിലത്തെ മുറിയിലാണ്. അപ്പോൾ എന്നാൽ ശരി, ഞാൻ അവനെ പോയി കണ്ടോളാം എന്ന് പറഞ്ഞ അയാൾ അങ്ങോട്ട് മുകളിലോട്ട് കയറി പോവുകയാണ്. അങ്ങനെ വാതിലുമ്പോൾ പോയിട്ട് പുള്ളി മുട്ടുമ്പോൾ ബാലൻ തന്നെയാണ് വാതിൽ തുറക്കുക. ബാലൻ ചോദിക്കും, എന്താണ് താൻ ഇത്രയും നേരത്തെ രാവിലെ തന്നെ, എന്തെങ്കിലും വിശേഷങ്ങളുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഒരു വിശേഷം പറയാനുണ്ട്, ഞാനത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറയുകയാണ്. ബാലൻ പറയും, താൻ കയറി അകത്തോട്ടിരിക്കും, എന്നിട്ട് സംസാരിക്കും. അങ്ങനെ അയാൾ കയറി അകത്തോട്ടിരിക്കും. എന്നിട്ട് പറയും, എനിക്ക് ട്രാൻസ്ഫറായി, ഞാൻ ട്രാൻസ്ഫറായിട്ട് പോവുകയാണ്, പുനലൂർ ഭാഗത്താണൊക്കെയാണ് പോകുന്നത്. അപ്പം ബാലൻ പറയും, അത് ശരി, വെറുതെ അല്ല താൻ രാവിലെ തന്നെ കയറി വന്നതല്ലേ, തൻ്റെ കുറച്ചൊരു വിവരം അറിയാറില്ല എന്ന് പറയുകയാണ്. ബാലൻ പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പറയും, എനിക്ക് നേരമില്ലടോ, ട്രാഫിക്കിലായപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്, നല്ല വർക്ക് ലോഡാണ്. പിന്നെ ഗോവർദ്ധനെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, പിന്നെ സുലോചന സുരേന്ദ്രൻ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് വിളിച്ച് സംസാരിക്കുന്നുണ്ട്, അതുകൊണ്ട് വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ബാലൻ പറയും, താൻ അത്യാവശ്യം നന്നായി കുടിക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു, അതൊക്കെ നിർത്തിക്കോളുണ്ട്, ലിവർ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഉപദേശിക്കണം. അപ്പം ബാല ഉപദേശിക്കുമ്പോൾ പോലീസുകാരൻ പറയും, ഞാൻ അങ്ങനെ കുടിക്കാറൊന്നുമില്ല, ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും കമ്പനി കിട്ടുമ്പോൾ മാത്രമേ കുടിക്കാറുള്ളൂ എന്ന്. അപ്പോൾ ബാലൻ പറയും, കേരളത്തിലാണോ കമ്പനി കിട്ടാൻ ബുദ്ധിമുട്ട്, താൻ ഈ കുടിയൊക്കെ ഒന്ന് അവസാനിപ്പിച്ചുകൊണ്ട്, ഇല്ലെങ്കിലൊക്കെ ലിവറൊക്കെ ഫ്രൈ ആവും എന്നൊക്കെ പറയുകയാണ്. പിന്നെ എന്താ ഇവിടുത്തെ ഇഷ്യൂസൊക്കെ എന്ന് ചോദിക്കുകയാണ് ബാലനോട്. അപ്പോൾ പറയും, ഇഷ്യൂസൊക്കെ എന്താ, അപ്പോഴേക്കും അലീന ചായ ആയിട്ട് വരും കേട്ടോ. അതേ ഇവിടെ ഇഷ്യൂസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അലീനയുടെ ഇഷ്യൂസൊക്കെ തീർക്കാൻ എളുപ്പമാണ്, പക്ഷേ വൈജയുടെ ഇഷ്യൂസും തീർക്കാൻ എളുപ്പമല്ല. പിന്നെ അലീന ഇവിടുത്തെ ജോലി മതിയാക്കി പോവാണ്, വേറൊരു വീട്ടിലോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞു. അത് ശരി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അലീനയ്ക്ക് ഒരു പ്രൊമോഷനോട് കൂടി ട്രാൻസ്ഫർ തന്നെയാണ്, പ്യൂഡ് പ്രിൻസിപ്പളായ പോലെയാണ് ഇപ്പോൾ അലീനയ്ക്കും ട്രാൻസ്ഫർ എന്നൊക്കെ പറഞ്ഞ് അലീനനെ കളിയാക്കണം. അങ്ങനെ അദ്ദേഹം പോവും. പിന്നെ അത് കഴിഞ്ഞ് മുറ്റമൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അലീന ചൂലെടുത്തിട്ട് മുറ്റത്തോട്ട് ഇറങ്ങി മുറ്റമൊക്കെ തൂക്കുകയാണ്. അങ്ങനെ തൂക്കുകൊണ്ടിരിക്കുമ്പോൾ രോഹിത് അവിടെ വരും. രോഹിത് പറഞ്ഞ്, ചേച്ചി എന്തിനാണ് തൂക്കുന്നത്, ചേച്ചി ഇന്ന് പോകുന്നതല്ലേ, തൂക്കൊന്നും വേണ്ടാന്ന്. അപ്പോൾ അലീന പറയും, പിന്നെ എൻ്റെ വീടൊന്നും ഞാൻ തൂക്കുന്നത് കൊണ്ട് എന്താ നിനക്ക് കുഴപ്പം എന്നൊക്കെ പറയണം. അപ്പോൾ രോഹിത് പറയും, എന്നാൽ ഞാനിപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് രോഹിത് വീടിൻ്റെ അകത്തോട്ട് പോവുകയാണ്. വീടിൻ്റെ അകത്തോട്ട് പോയിട്ട് ബബിതേനെ എരി കയറ്റിയിട്ട് വരികയാണ്. ബബീത വന്നിട്ട് പറയും, ചേച്ചി ഇന്ന് ഇവിടെ നിന്ന് പോകുന്നതല്ലേ, ഇവിടെ തൂക്കുന്ന വേണ്ട, ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, ചേച്ചിന് ഇതിലൊന്നും ഇടപെടേണ്ട, മര്യാദയ്ക്ക് പോയിട്ട് വേറെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അത് ചെയ്യുക എന്ന് പറയും. അപ്പോൾ അലീന പറയും, അതൊന്നും വേണ്ട, ഞാൻ തന്നെ ചെയ്തോളത്തൊക്കെ എനിക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ബബീത പറയാം, അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ബബീത ചൂല് വാങ്ങിക്കുകയാണ്. അങ്ങനെ വീടിൻ്റെ അകത്തോട്ട് കയറി ചെല്ലുകയാണ്.
അലീന കയറി ചെല്ലും. അപ്പോൾ ബബിത പറയും ഇനി നമുക്ക് കുക്കിംഗ് എന്തെങ്കിലും നോക്കാം, എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണ്ടേ. അപ്പോഴേക്കും അലീന വന്നിട്ട് പറയും ഞാൻ അടുക്കളയിൽ കയറുകയാണ്, ഇനി അതും എന്നെ കയറാൻ സമ്മതിക്കാതിരിക്കുമോ എന്ന് പറഞ്ഞിട്ട് അലീന അടുക്കളയിലോട്ട് കയറുകയാണ്. ഞാൻ അടുക്കളയിലോട്ട് കയറുമ്പോൾ പിന്നാലെ കൃഷ്ണമോൾ വന്നിട്ട് പറയും ചേച്ചി ഒന്നും ചെയ്യണ്ട, ചേച്ചി ഇന്ന് പോവല്ലേ, ഇന്ന് പോകുന്ന ആൾക്കാർ ഇവിടെ ഒന്നും ചെയ്യേണ്ട, അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം, ഇതൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ അപ്പോൾ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അലീന വീണ്ടും കുക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കൃഷ്ണമോൾ പറയും പറ്റില്ല ഒന്നും കുക്ക് ചെയ്യാൻ പറ്റില്ല, ചേച്ചി പൊക്കോ, ചേച്ചിക്ക് ഇന്ന് പോകാനുള്ളതല്ലേ, ബാഗൊക്കെ പോയി പാക്ക് ചെയ്തോ എന്ന് പറഞ്ഞ് അലീനയെ അവിടെ നിന്ന് ഓടിക്കുകയാണ് കൃഷ്ണ. അങ്ങനെ കൃഷ്ണയുടെ വഴക്കൊക്കെ കേട്ട് അലീന റൂമിലോട്ട് പോവുകയാണ്. ആ റൂമിലോട്ട് ചെന്നിട്ട് ബാഗ് എടുത്ത് വെക്കുകയാണ്. ബാഗിലോട്ട് ഇനി എന്തൊക്കെ പാക്ക് ചെയ്യണം നോക്കുമ്പോഴാണ് കട്ടിലിന്മേൽ ഒരു സാരിയും കുറച്ച് ഓർണമെൻറ്റ്സും കാണുന്നത്. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലാവും ഇത് അവർ കൊടുന്ന് വെച്ചുള്ളതാണെന്ന്. അങ്ങനെ നോക്കിയപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ക്രീം കളർ സാരിയും കമ്മലും മാലയും അങ്ങനത്തെ കുറച്ച് സ്വർണ്ണാഭരണങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ അലീന അതൊക്കെ അതെടുത്ത് നോക്കുമ്പോൾ അവൾക്കിങ്ങനെ വിഷമം വരും. കാരണം ആ വീട്ടിൽ നിന്ന് അവൾ പോവല്ലേ, അതാലോചിച്ചിട്ട് ഭയങ്കര വിഷമിച്ചിട്ടാണ് ആൾ നിൽക്കുന്നത്. പിന്നെ ആ വിഷമത്തോട് കൂടിയിട്ട് തന്നെ ബാഗൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അങ്ങനെ ആദ്യം ഡ്രസ്സുകളൊക്കെ എടുത്ത് ബാഗിലോട്ട് വയ്ക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഷോക്കേസിലിരിക്കുന്ന രൂപമുണ്ട്, അതായത് യേശുദേവൻ്റെ രൂപവും അതുപോലെ തന്നെ ബ്രിജിത്താമ്മയുടെ ഫോട്ടോയും ഒക്കെ ഉണ്ട്. അതുമേലൊക്കെ കുറച്ച് നേരം അവൾ നോക്കി നിൽക്കും. അവൾക്കിങ്ങനെ ഭയങ്കര വിഷമം വരും. അങ്ങനെ അതൊക്കെ നോക്കി നിന്നതിന് ശേഷം അവൾ അതൊക്കെ എടുത്തിട്ട് ബാഗിലോട്ട് വെക്കുകയാണ്. അങ്ങനെ വളരെ വിഷമത്തോടു കൂടി ബാഗ് പാക്ക് ചെയ്യുന്ന അലീനയാണ് കാണിക്കുന്നത്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. ഇനി നാളത്തെ എപ്പിസോഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലീന ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അതായത് രാവിലെ എല്ലാം കഴിഞ്ഞ് ബാലചന്ദ്രനാണ് അലീനയെ കൊണ്ടുപോകാൻ വേണ്ടി ചെല്ലുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ക്രീം കളർ സാരിയും ആ ഓർണമെൻറ്റ്സൊക്കെ ഇട്ടിട്ട് തന്നെയാണ് അലീന വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ അപ്പോൾ ഇതിന് സാരി ഉടുക്കാനും അതുപോലെ തന്നെ മാലയും ഒക്കെ ഇട്ടിട്ട് അലീനയെ സുന്ദരിയാക്കി ഒരുക്കുന്നതൊക്കെ ബബിതയാണ്. അപ്പോൾ ഇറങ്ങാൻ നേരത്ത് ബബിത അങ്ങോട്ട് ഉമ്മറത്തോട്ട് വരുന്നില്ല. കൃഷ്ണമോളും രോഹിത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കൃഷ്ണ വന്നിട്ട് ബബിതനെ വിളിച്ച് ചോദിക്കും ചേച്ചി വരുന്നില്ലേ എന്ന്. അപ്പോൾ ബബിത പറയും എനിക്ക് കാണണ്ട, ആരും പോണത് എനിക്ക് കാണണ്ട, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ബബിത യാത്ര അയക്കാൻ വരുന്നില്ല. അങ്ങനെ യാത്ര അയക്കാൻ നിൽക്കുന്നത് രോഹിത്തും കൃഷ്ണമോളും കൂടി മാത്രമാണ്. അപ്പോൾ അവരോടൊക്കെ യാത്ര പറഞ്ഞ് വിഷമത്തോടെ കണ്ണീരോട് കൂടിയിട്ടാണ് അലീന അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ കൃഷ്ണമോളെ ആശ്വസിപ്പിച്ചുകൊണ്ട് രോഹിത്ത് നിൽക്കുന്നുണ്ട്. കൃഷ്ണമോളും കരയുമ്പോൾ രോഹിത്ത് തോളെ തട്ടിയിട്ട് അവളെ ചേർത്ത് പിടിച്ച് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നെ അലീന വണ്ടിയിൽ കയറും. അങ്ങനെ വണ്ടിയിൽ കയറിയിട്ട് ബാലചന്ദ്രനെ കാണിക്കുന്നുണ്ട്. ബാലചന്ദ്രനെ വളരെ വിഷമത്തോട് കൂടിയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ അവൾ വണ്ടിയിൽ കയറി കഴിഞ്ഞതിന് ശേഷം ബാലചന്ദ്രൻ വണ്ടി ഓണാക്കിയിട്ട് അവരുടെ വീടിൻ്റെ ഗേറ്റ് കിടക്കുമ്പോൾ അലീന അങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് അവരോട് യാത്ര പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ ഇനി പുനലൂർക്ക് പോകുന്ന വഴിക്ക് അവരിടയ്ക്ക് നിർത്തുന്നൊക്കെ ഉണ്ട് വണ്ടി നിർത്തിയിട്ട് ഓരോ സംസാരിച്ചിട്ടൊക്കെയാണ് അവർ നാളെ സ്റ്റാൻലിയുടെ വീട്ടിലോട്ട് പോകുന്നത്. ഇത്രയാണ് നാളത്തെ എപ്പിസോഡ്.